10 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് PSC വഴിയുള്ള സ്ഥിരം നിയമനങ്ങളിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. റാങ്ക് ലിസ്റ്റുകൾ നോക്കുകുത്തിയാക്കി ഇടതുപക്ഷ അനുഭാവികളെ പിൻവാതിൽ വഴി തിരികെ കയറ്റിയതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് കോൺസ്റ്റബിൾ പട്ടികയിൽ ഉൾപ്പെട്ട SFI നേതാക്കളുടെ വീട്ടിൽ നിന്ന് PSC ഉത്തരക്കടലാസുകൾ കണ്ടെത്തിയ സംഭവവും ഈ ക്രമക്കേടുകളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, എല്ലാ കാലത്തും പ്രത്യേകിച്ചും പിണറായി സർക്കാർ ഈ 10 വർഷവും പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടക്കുന്ന രാജ്യത്തെ സംസ്ഥാനമാണ് കേരളം. PSC വഴി നിരവധി ആളുകൾക്ക് ജോലി കൊടുക്കുന്നു, അത് കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷേ അപ്പോഴും ഈ PSC വഴിയുള്ള പിൻവാതിൽ നിയമനങ്ങളുടെ വലിയ വാർത്തകൾ ഈ കാലങ്ങളിലെല്ലാം പുറത്തു വന്നതാണ്. ജയിലിൽ കിടക്കുന്ന SFI നേതാവ്, പോലീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ റാങ്ക് പട്ടികയിൽ വരുന്നതടക്കമുള്ള നിരവധി വാർത്തകൾ നമ്മൾ തന്നെ നൽകിയതാണ്. PSC റാങ്ക് പട്ടികയിലുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ അവർക്ക് ജോലി കിട്ടാതെ അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ മുട്ടിലിഴഞ്ഞും തലമുട്ടയടിച്ചും ഒക്കെ സമരം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ PSCയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇപ്പോൾ ഈ നിയമനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ വളരെയധികം നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ എന്നുള്ള കണക്കല്ലേ പുറത്തു വരുന്നത്. ശ്യാമപ്രസാദ്, വിനോദ് രാഗി, ഗുഡ് മോർണിംഗ്. എന്തായാലും PSC വഴിയുള്ള നിയമനങ്ങളുടെ കണക്കെടുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്ത് നിയമനങ്ങൾ വളരെ കുറവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 60% മുകളിൽ നടന്നിരിക്കുന്ന നിയമനങ്ങളിലെല്ലാം തന്നെ പ്രധാനമായും പിൻവാതിൽ നിയമനം, ഒപ്പം തന്നെ മറ്റ് ആശ്രിത നിയമനം അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നടന്നിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളടക്കം ഇത്തരത്തിൽ തെരുവിലും മുട്ടിലുമിഴഞ്ഞ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഇറങ്ങിയിരുമ്പോഴാണ് ഈയൊരു വിരോധാഭാസം എന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമായി ഇടതുമുന്നണി സർക്കാർ ഏത് കാലത്തും അധികാരത്തിലിരുന്ന സമയത്തും ഇത്തരത്തിൽ PSC വഴിയുള്ള നിയമനങ്ങളുടെ ശതമാന കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ വളരെ നന്നായിരിക്കും, കുറവ് തന്നെയായിരിക്കും ഈ കണക്കുകളിൽ തന്നെ പ്രതിഫലിക്കുക. പ്രധാനമായും പിൻവാതിൽ നിയമനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലടക്കം നമുക്കറിയാം പരീക്ഷാ പേപ്പർ ചോർന്നതും, ഒപ്പം തന്നെ ഈ അടുത്ത കാലത്തെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം, ഒപ്പം തന്നെ PSC വിദ്യാർത്ഥി സംഘടനാ യൂണിയൻ നേതാക്കളുടെ വീടുകളിൽ നിന്ന് PSC ചോദ്യപേപ്പർ പിടിച്ചതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കണ്ടെത്തുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അന്ന് കടക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ കേരളം കാണുമ്പോഴേക്കും പ്രധാനമായും മൂക്കത്ത് വിരൽ നിൽക്കുന്ന സംഭവങ്ങൾ ഒന്ന് തന്നെയാണ് PSCയുടെ നിയമനങ്ങളിലുള്ള ഈ കുറവ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 10 വർഷത്തിനിടെ വളരെ ക്രമാതീതമായ ഗണ്യമായ കുറവ് തന്നെയാണ് PSCയുടെ നിയമനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അതെ, PSC നിയമനങ്ങളിൽ ക്രമാതീതമായ കുറവാണ് അനുഭവപ്പെടുന്നത്. PSC വഴി നിരവധി നിയമനങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ, ഇത്തരം തട്ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്. അത്തരം കണക്കുകളാണ് പുറത്തു വരുന്നത്, അല്ലേ? അതായത് ഈ ഇടത് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം, അതായത് സ്വന്തം ആളുകളെ തിരികെ കയറ്റി, അല്ലെ, അടിമുടി ക്രമക്കേട് നിറച്ച് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് വന്ന് കിടന്ന് ഉരുണ്ടത്. എന്നിട്ടും കണ്ണു തുറക്കാത്ത സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കണക്കുകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, അല്ലേ? സത്യാവസ്ഥകളൊക്കെ പുറത്തു വരും. അത്തരം ഒരു കണക്കാണ് ശ്യാമപ്രസാദ് അവതരിപ്പിച്ചത്.